गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ഓം ഏറ്റവും പരമമായ മുക്തികാരണമായ അറിവ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇതറിഞ്ഞാൽ പിന്നെ മറ്റൊന്നറിയേണ്ടതില്ല എന്ന വിശേഷണങ്ങളോടുകൂടെ ഈ അറിവിൻ്റെ ദുർലഭത പറഞ്ഞുകൊണ്ട് രണ്ട് പ്രകൃതികളെക്കുറിച്ച് പറഞ്ഞു, പരാപ്രകൃതിയും അപരാപ്രകൃതിയും. സകല ഭൂതഭൗതിക സംഘാതങ്ങളും ചേർന്നത് അപരാപ്രകൃതി. അതിനെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്നത് പരാപ്രകൃതി. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സമ്പൂർണ്ണ ദൃശ്യവർഗവും പരാപരാപ്രകൃതികളിൽ വരും. നമ്മൾ ഏത് നിലയ്ക്ക് വേണമെങ്കിൽ ചിന്തിച്ചോളൂ. ഏതെങ്കിലും ഒരു ദ്രവ്യത്തെ ചിന്തിക്കാം, ഏതെങ്കിലും ജന്തുവെ നോക്കാം. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മ കണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോശമാകട്ടെ, ജൈവകോശമാകട്ടെ. ഒരു ജൈവകോശത്തിന് താഴെ നമുക്കൊരു ജന്തുവിനെ ചിന്തിക്കാൻ വിഷമാണ്, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് താഴെ ഒരു ദ്രവ്യത്തെ ചിന്തിക്കാൻ വിഷമാണ്. അവിടെ മുതൽ ആരംഭിച്ച് നമുക്ക് സാധിക്കുന്ന അത്ര വിപുലമായ എത്ര തന്നെ ഏത് മേഖലയിൽ നമ്മൾ ചിന്തിച്ചാലും അവിടെയൊക്കെ ദ്രവ്യാത്മകമായ ഒന്നുമുണ്ട്, അതിനെ ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒന്നുമുണ്ട്. അത് കേവലം ഊർജാത്മകം എന്ന് പറയാൻ വയ്യ. അതിന് ഊർജം എന്ന് പറയുമ്പോൾ ചുരുങ്ങിപ്പോവും. സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ ദ്രവ്യം, ഊർജം, രയി, പ്രാണൻ എന്നൊക്കെ പറയുക. അപ്പം നമ്മൾ തന്നെ ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാം ചേർത്ത് ഞാനെന്ന് നമ്മൾ പറയുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരും ആരും കേവല ആത്മാവിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഞാൻ, എനിക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം അവിടെ നമ്മുടെ സ്ഥൂല ശരീരമുണ്ട്, ഇന്ദ്രിയങ്ങൾ 5 5 10 മനസ്സ്, ബുദ്ധി തുടങ്ങിയവയുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്നത്, ചേർത്ത് കോർത്ത് നിർത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ജീവഭാവത്തിൽ ഞാനുള്ളത് കൊണ്ടാണ്. ജീവഭാവത്തിലുള്ള ഞാനില്ലെങ്കിൽ ഇതൊക്കെ ഛിന്നമായി പോയി, ഇതൊന്നും പിന്നെ ഒന്നിച്ചു നിൽക്കില്ല. അതുകൊണ്ട് പരാപ്രകൃതിയെ ഭഗവാൻ ഉപദേശിച്ചു, ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. ഈ ജഗത്ത് മുഴുവൻ എന്തിനാൽ ധരിക്കപ്പെടുന്നുവോ അതാണ് എൻ്റെ പരാപ്രകൃതി. ഈ ഭൂതങ്ങളൊക്കെ ചേർന്നത് എൻ്റെ അപരാപ്രകൃതി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് രണ്ടും എൻ്റെ എന്ന് പറയപ്പെട്ടതാ.
എൻ്റെ എന്ന് പറയപ്പെട്ടതിന് ഉടമസ്ഥനായി സ്വാമിയായി ഞാൻ ഉണ്ടാവണം. അപ്പോൾ പരാപരാപ്രകൃതികൾക്കുപരിയായിട്ട് പരമമായ സത്യസ്വരൂപവും. ഇതാണ് വേദസാരം. അക്ഷരത്തിനുപരി അക്ഷരമെങ്കിൽ അക്ഷരത്തിനുമുപരി പരമമായ സത്യം. അക്ഷരാത് പരതഃ പരഹ എന്ന് വേദം പറയും. ഒന്നുകൂടി പറയാം, അക്ഷരാത് പരത പരഹ, പരമമായ അക്ഷരത്തിനും പരമായത്. ആ പരം തത്വത്തെയാണ് ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിൽ പുരുഷോത്തമ ശബ്ദം കൊണ്ട് പറയുന്നത്. ശ്രദ്ധിക്കുക. ഈ ഒരു തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എല്ലാ ജീവരാശികളും തന്നെ ഈ പരാപരാപ്രകൃതികളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ ഉപരിയായി അഥവാ എന്നിൽ നിന്ന് ഭിന്നമായി ഒന്നുമില്ല എന്ന് നിനക്ക് മനസ്സിലാവും. നൂലിൽ മുത്തുമണികൾ പോലെ എന്നിലെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. ആ ദൃഷ്ടാന്തത്തിനൊരു ദോഷമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മിക്കണം. കാരണം നൂലും മുത്തുമണികളും ഭിന്നങ്ങളാണ്. ആര് തന്നെ ദൃഷ്ടാന്തം പറഞ്ഞാലും അതിൽ ദോഷമുണ്ടാവും. പൂർണ്ണമായൊരു ദൃഷ്ടാന്തം പറയാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല. ഭഗവാൻ പറഞ്ഞാലും ദോഷമുണ്ടാവും. കാരണം ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ ഏകദേശം ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുത്തുമണികൾ ഒരു മാലയായി കോർക്കപ്പെട്ട അവസ്ഥയിൽ അതിനെ മാലയായി ചേർത്ത് കോർത്തുന്നത് നൂലാണ്. അതുപോലെ ഞാൻ എല്ലാത്തിൻ്റെയും സാരമായി നിലകൊള്ളുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് 8-ാം ശ്ലോകം മുതൽ ഭഗവാൻ എങ്ങനെ എന്ന് ചിന്തിക്കാൻ നമുക്ക് അവസരം തരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 8-ാം ശ്ലോകം ശ്രദ്ധിച്ചു. രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യയോഃ പ്രണവഃ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു. ഹേ കൗന്തേയ, ജലത്തിൽ ഞാൻ രസമാണ്, സൂര്യചന്ദ്രന്മാരിൽ ഞാൻ പ്രഭയാണ്, സർവവേദങ്ങളിലും ഞാൻ പ്രണവമാണ്, ഓങ്കാരമാണ്, ആകാശത്തിൽ ഞാൻ ശബ്ദമാണ്, മനുഷ്യരിൽ ഞാൻ മനുഷ്യത്വമാണ്. അപ്പോൾ ഒന്നിനെ അതാക്കി തീർക്കുന്നതെന്തോ അത് ഞാനാണ്. ഈ രീതിയിൽ ഈശ്വരത്വത്തെ അനുസന്ധാനം ചെയ്യാം. ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് 9-ാം ശ്ലോകം. പുണ്യോ ഗന്ധപൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. പുണ്യോ ഗന്ധപൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. 8-ാം ശ്ലോകത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. പൃഥിവ്യാം പുണ്യഃ ഗന്ധഃ അഹമസ്മി. ഭൂമിയിൽ പുണ്യമായ ഗന്ധം ഞാനാകുന്നു. ഇവിടെ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിൻ്റെയും സൂക്ഷ്മഭാവം, വേണമെങ്കിൽ അതിനെ ഗുണമെന്ന് പറയാം, വേണമെങ്കിൽ ധർമ്മമെന്ന് പറയാം, എന്ത് പറഞ്ഞാലും വിരോധമില്ല. അപ്പോൾ ആകാശം എന്ന് പറയുമ്പോൾ ശബ്ദമാണ്, വായു എന്ന് പറയുമ്പോൾ സ്പർശമാണ്, അഗ്നി എന്ന് പറയുമ്പോൾ രൂപമാണ്, ജലം എന്ന് പറയുമ്പോൾ രസമാണ്, ഭൂമി എന്ന് പറയുമ്പോൾ ഗന്ധമാണ്. ഇതാണ് 5 വിഷയങ്ങളും 5 ഭൂതങ്ങളും.
പിന്നീട് നമ്മൾ ഭൂതങ്ങൾ സ്ഥൂലമാകുന്ന പ്രക്രിയ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥൂലഭൂതത്തെ സംബന്ധിച്ച് ഒരു ഗുണം മാത്രമല്ല ഉണ്ടാവുക, 5 ഗുണങ്ങളുണ്ടാവുമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഭൂമിയിൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം 5 ഉണ്ട്. ജലത്തിൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം 5 ഉണ്ട്. പക്ഷേ അതിൽ അതത് ഗുണമായിരിക്കും ഏറിയിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ജലത്തെ സംബന്ധിച്ച് രസത്തിനാണ് പ്രാധാന്യം, ഭൂമിയെ സംബന്ധിച്ച് ഗന്ധത്തിനാണ് പ്രാധാന്യം, വായുവെ സംബന്ധിച്ച് സ്പർശത്തിനാണ് പ്രാധാന്യം. അതിൽ മറ്റൊന്നുമില്ല എന്ന് പറയരുത്. ശബ്ദമുണ്ട് വായുവിന്, സ്പർശമുണ്ട്, രൂപമുണ്ട്. രൂപമില്ല എന്നാലും സൂക്ഷ്മമായിട്ട് പറയാം. ഏതൊരു ഭാവത്തെ രൂപ്യതേ എന്നുള്ള നിലയ്ക്ക് നിരൂപണം ചെയ്യപ്പെടുന്നത് എന്നുള്ള രൂപത്തിൽ ആകാരത്തെ നമുക്ക് വേണമെങ്കിൽ ഏത് ഉപാധി വിശേഷത്തിൽ ഒതുങ്ങുമോ അതിൽ പറയാം, സ്ഥൂലമായതിന്. അല്ലാണ്ട് വായുവിന് രൂപമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ ഭൂതവും സ്ഥൂലഭൂതമാകുമ്പോൾ ഇതര ഭൂതങ്ങളുടെ ഗുണങ്ങൾ അതിൽ സന്നിവേശിപ്പിക്കപ്പെടും. ആ പ്രക്രിയ നമ്മൾ പഞ്ചീകരണം എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട് വളരെ വിശദമായിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിൽ ഗന്ധമാണ് ഗുണം. ഇവിടെ ഭഗവാനൊരു ശബ്ദം കൂട്ടിച്ചേർത്തു, പുണ്യോ ഗന്ധ എന്ന്. ഗന്ധ എന്ന് പറഞ്ഞാൽ മതി. ഭൂമിയിൽ ഗന്ധം ഞാനാണ്, ഭൂമിയിൽ ഗന്ധം ഞാനാണ് എന്നാ പറയേണ്ടത്. അപ്പോൾ ഗന്ധമാകുന്ന എന്നിൽ ഭൂമി കോർക്കപ്പെട്ടിരിക്കുന്നു. എന്നോട് പറയാം, ഗന്ധമാകുന്ന എന്നിൽ ഭൂമി കോർക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവിടെ ഭഗവാനൊരു വിശേഷമായിട്ട് പറഞ്ഞു, പുണ്യമായ ഗന്ധം ഞാനാണെന്ന്. പുണ്യകരമായ ഗന്ധം, പാവനമായ ഗന്ധം. ഇപ്പോൾ ഗന്ധത്തെ സംബന്ധിച്ച് നമ്മൾ പുണ്യം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അർത്ഥം മനസ്സിലാക്കുക? ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ കർമ്മത്തെ സംബന്ധിച്ച് പുണ്യം പാപം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഗന്ധത്തെ സംബന്ധിച്ച് പുണ്യം പാപം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഭൂമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗന്ധത്തെ സംബന്ധിച്ച് പ്രധാനമായി 2 വിഭാഗമായി നമുക്ക് തിരിക്കാം. ഒന്ന് സുരഭി, 2 അസുരഭി. സുഗന്ധം, ദുർഗന്ധം, 2ആയി തിരിക്കാം. അപ്പം ഏത് ഗന്ധം അനുഭവിക്കുമ്പോഴാണോ ഒരാൾക്ക് പുണ്യകരമായൊരു ഭാവം തോന്നുന്നത് അത് സുഗന്ധമാണ്. എന്താ സുഗന്ധം എന്ന് ചോദിക്കുന്നില്ലേ? അത് പറയാൻ എന്താ സുഗന്ധം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് കൂടുതൽ ആർക്കെങ്കിലും പറയാൻ പറ്റുക പറഞ്ഞോളൂ. എന്നതാ സുഗന്ധം എന്ന്? ഏറ്റവും നല്ല സുഗന്ധമുള്ള പുഷ്പം പാരിജാതം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അത് സ്വീകാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വ്യക്തിയുടെ അഭിരുചി അനുസരിച്ച് സുഗന്ധം ദുർഗന്ധം എന്ന കാഴ്ചപ്പാട് മാറും. നമ്മെ സംബന്ധിച്ച് അസഹനീയമായ ദുർഗന്ധം എന്ന് പറയുന്നതിന് ചിലർ സുഗന്ധം എന്ന് പറഞ്ഞേക്കാം. ആ മണം പിടിക്കാൻ വേണ്ടി തന്നെ അവരവിടെ നിൽക്കും. നമുക്കതിൻ്റെ ഒരു നാഴിക ദൂരെ മാറി നിൽക്കാനാണ് തോന്നുക. അതെ. ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പോൾ ആദ്യം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് വണ്ടി ഒന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ ഒരു അത്യാവശ്യം വന്നു നമ്മളെ കൂടെയുള്ള ആൾക്ക്. അപ്പോൾ അയാൾ അതിനു വേണ്ടി പോയി. ആ സമയം വരെ സ്വാമി ഒന്ന് ഇവിടെ നിൽക്കൂട്ടോ എന്ന് പറഞ്ഞു. ഓ, ഞാൻ ഇവിടെ നിൽക്കാം, എനിക്ക് എന്താ പ്രശ്നം? നിന്നപ്പോഴല്ലേ പ്രശ്നം മനസ്സിലാവുന്നത്. ഓയ്യോ ഭഗവാനെ, അവിടെ മഹാപാപകരമായ ഗന്ധമാണ്, നിൽക്കാൻ വയ്യ. അത് ഈ പന്നീൻ്റെ കുടലിൻ്റെ ഉള്ളിൽ
വേറെ പദാർത്ഥങ്ങൾ കയറ്റിയിട്ട് എന്താ ഹോട്ട് ഡോഗോ എന്താ പറയുന്നത്, ഹോട്ട് ഡോഗ് എന്നൊക്കെ ബോർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നായനെ ചൂടാക്കുന്ന സാധനമാണെന്നാ. എന്താണ് സാധനം ഇതാണല്ലേ, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കയറ്റിയിട്ട് അത് പൊരിക്കുകയാണ്. പ്ലേറ്റിലിട്ടിട്ട് ആ പ്ലേറ്റിന് അടിയിൽ തീ കൊടുത്തിട്ട് പൊരിക്കുന്നതാണ്. അസഹനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കും, വേഗം മാറി അവിടുന്ന്. ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഇത് പൊരിച്ച് തൻ്റെ ടേണിൽ കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടം കൂടി നിൽക്കുകയാണ്. അയ്യോ എൻ്റെ ഭഗവാനെ, അത്രയൊരു ദുർഗന്ധം വേറെ തോന്നിയിട്ടില്ല. എന്നാൽ അത് അത്രയും സുഗന്ധമായിട്ടാണ് ആൾ കൂട്ടം കൂടി നിൽക്കുന്നത്. ഏതാ ശരി, ദുർഗന്ധമാണോ സുഗന്ധമാണോ? ആർക്കാണോ അത് സുഗന്ധമായി തോന്നുന്നത് അയാൾക്കത് സുഗന്ധമാണ്, ആർക്കാണോ ദുർഗന്ധമായി തോന്നുന്നത് അയാൾക്ക് ദുർഗന്ധമാണ്. അത്രയല്ലേ പറയാൻ പറ്റൂ, അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലാണ്ട് പറയാൻ പറ്റില്ല. ഒരിക്കലും ഇന്നത് സുഗന്ധം ഇന്നത് ദുർഗന്ധം എന്ന് പറയാം, ആപേക്ഷികമാണ്. പക്ഷേ രണ്ടുണ്ട്. ഇനി രണ്ട് ചേർന്ന് മിശ്രവും പറയാം, മിശ്രമായിരിക്കുന്നത്. അപ്പം ഇതിൽ പുണ്യഹ ഗന്ധഹ എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരൻ സുരഭി എന്ന് പറഞ്ഞു. സുരഭി, നല്ല സൗരഭ്യമുള്ളത് സുരഭി, സുരഭിയായ ഗന്ധം, സുഗന്ധം. പൃഥിവ്യാം, ഭൂമിയിൽ ഞാനാകുന്നു. ഭൂമിക്ക് സ്വതവേ ഉള്ളത് സുഗന്ധമാണെന്നാണ് ഭഗവാൻ പറയണത്. അത് ഭഗവാന്റെ പത്നി ആയതുകൊണ്ട് പറയുകയാണോ എന്നറിയില്ല, അല്ലേ? അങ്ങനെയാവാം, ഇല്ലെങ്കിൽ പിണങ്ങിയാലോ. അതുകൊണ്ട് ധരാപതിയാണല്ലോ ഭഗവാൻ, ഭഗവാന്റെ പത്നിയല്ലേ ഭൂമി, ഇല്ലേ? അല്ല, ഭൂമിപതിയാണ്, ലക്ഷ്മിപതിയാണ്, ഭൂമിപതിയാണ്. അപ്പോൾ ഭൂമിപതി ആയതുകൊണ്ട് ഭൂമിക്ക് സുഗന്ധം എന്ന് പറയാൻ ഭഗവാൻ ബാധ്യസ്ഥനായിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിക്ക് എന്തായാലും സുഗന്ധം എന്നാണ് ഭഗവാൻ പറയണത്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നമുക്ക് ദുർഗന്ധം ഭൂമിയിൽ നിന്ന് തോന്നുന്നുണ്ടെങ്കിലോ അത് അന്യവസ്തുക്കളുടെ ചേർച്ച കൊണ്ടാണ്. സ്വതവേ ഭൂമിക്ക് സുഗന്ധമാണ്, അത്രേ പറയാനൊക്കൂ. അപ്പോൾ സുഗന്ധമാകുന്ന എന്നിൽ ഭൂമി കോർക്കപ്പെട്ടിരിക്കുന്നു. തസ്മിൻ മൈ ഗന്ധഭൂതേ പൃഥിവി പ്രോത. അങ്ങനെ ഗന്ധമായിരിക്കുന്ന എന്നിൽ ഭൂമി കോർക്കപ്പെട്ടിരിക്കുന്നു. തേജശ്ചാസ്മി വിഭാവസൗ. വിഭാവസൗ, വിഭാവസു അഗ്നി, വിഭാവസൗ അഗ്നിയിൽ, വിഭാവസു ഉകാരാന്തമാണ്. വസുക്കളിൽ അങ്ങേയറ്റം പ്രകാശം ചൊരിയുന്ന വസു ഏതോ അവനാണ് വിഭാവസു. ആരാ? അഗ്നി. അഗ്നിയിൽ ഞാൻ തേജസ്സാണ്. അഗ്നിയുടെ അഗ്നിത്വം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിലാ? തേജസ്സിലാണ്. അതിൻ്റെ ചൂട്, അതിൻ്റെ തേജസ്, അതിലാണ് നമ്മൾ അഗ്നിയുടെ അഗ്നിത്വം മനസ്സിലാക്കുന്നത്. തണുത്ത അഗ്നി നമുക്കറിയില്ല. പ്രകാശമുണ്ട് അഗ്നിക്ക്, എങ്കിലും നമ്മൾ അഗ്നിയുടെ അഗ്നിത്വം മനസ്സിലാക്കുന്നത് പ്രകാശത്തിലല്ല. ആണോ? അതിന് തേജസ്സിലല്ലേ, ഉഷ്ണത്തിലല്ലേ, അല്ലേ? അതെ, അങ്ങനെയാണ്. മിന്നാമിനിങ്ങനെ പ്രകാശം ഉണ്ടെങ്കിലും നമ്മൾ ചൂടറിയുന്നില്ല. തൊട്ട് നോക്കിയാൽ ഒരു ചൂടറിയുന്നില്ല. ചൂടുണ്ടോ ഇല്ലയോ എന്ന് ആര് കണ്ടു? അറിയുന്നില്ല. പക്ഷെ അഗ്നിത്വം മനസ്സിലാക്കുന്നത് ചൂട് കൊണ്ടാണ്. അപ്പോൾ അഗ്നിയിൽ ഞാൻ തേജസ്സാണ്. അപ്പം തേജസ്സാകുന്ന എന്നിൽ അഗ്നി കോർക്കപ്പെട്ടിരിക്കുന്നു. 3, ജീവനം സർവഭൂതേഷു. സർവഭൂതങ്ങളിലും ജീവനം ഞാനാകുന്നു. ജീവൻ, ഇപ്പം ജീവനുള്ളതിനെയാണല്ലോ ജീവി എന്ന് പറയുക. ഇപ്പം ജീവികളിൽ ജീവൻ ഞാനാകുന്നു. ഒന്ന് ജീവിയാവുന്നത് എന്തുകൊണ്ടാണ്? ജീവനുള്ളതുകൊണ്ടാണ്. അപ്പം ജീവികളിൽ ജീവൻ ഞാനാകുന്നു. ജീവനാകുന്ന എന്നിൽ ജീവികൾ കോർക്കപ്പെട്ടിരിക്കുന്നു.
ശ്രദ്ധിക്കുക. തപശ്ചാസ്മി തപസ്വിഷു, തപസ്വികളിൽ ഞാൻ തപസ്സാകുന്നു. ഒരാൾ തപസ്വിയാകുന്നത് തപസ് കൊണ്ടാണ്. ഒരു വ്യക്തിയും തപസ്വിയും തമ്മിലുള്ള വ്യത്യാസം അയാൾക്ക് തപസ്സുണ്ടെന്നുള്ളതാണ്. അപ്പം തപസ്വിയിൽ തപസ് ഞാനാകുന്നു. അപ്പം തപസ്സാകുന്ന എന്നിൽ തപസ്വി കോർക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുക. 8-ാം ശ്ലോകം പോലെ തന്നെ ഈ സൂത്രേ മണിഗണ ഇവ എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തത്തിനനുസരിച്ചാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഭാഷ്യകാരൻ പറയാണ്, പുണ്യഃ സുരഭിഃ ഗന്ധഃ പൃഥിവ്യാം ച അഹം തസ്മിൻ മയി ഗന്ധഭൂതേ പൃഥിവീ പ്രോത. പുണ്യത്വം ഗന്ധസ്യ സ്വഭാവതഃ ഏവ പൃഥിവ്യാം ദർശിതം അബാദിഷു രസാദേഹേ പുണ്യത്വോപലക്ഷണാർത്ഥം. അപുണ്യത്വം തു ഗന്ധാദീനാം അവിദ്യാധർമാദ്യപേക്ഷം സംസാരിണാം ഭൂതവിശേഷ സംസർഗനിമിത്തം ഭവതി. തേജഃ ദീപ്തിഃ ച അസ്മി വിഭാവസൗ അഗ്നൗ തഥാ ജീവനം സർവഭൂതേഷു യേന ജീവന്തി സർവാണി ഭൂതാനി തദ് ജീവനം. തപഃ ച അസ്മി തപസ്വിഷു തസ്മിൻ തപസി മയി തപസ്വിനഃ പ്രോതാഃ. പുണ്യഃ സുരഭിഃ ഗന്ധഃ പൃഥിവ്യാം ച അഹം തസ്മിൻ മയി ഗന്ധഭൂതേ പൃഥിവീ പ്രോത. പുണ്യത്വം ഗന്ധസ്യ സ്വഭാവതഃ ഏവ പൃഥിവ്യാം ദർശിതം അബാദിഷു രസാദേഹേ പുണ്യത്വോപലക്ഷണാർത്ഥം. അപുണ്യത്വം തു ഗന്ധാദീനാം അവിദ്യാധർമാദ്യപേക്ഷം സംസാരിണാം ഭൂതവിശേഷ സംസർഗനിമിത്തം ഭവതി. തേജഃ ദീപ്തിഃ ച അസ്മി വിഭാവസൗ അഗ്നൗ തഥാ ജീവനം സർവഭൂതേഷു യേന ജീവന്തി സർവാണി ഭൂതാനി തദ് ജീവനം. തപഃ ച അസ്മി തപസ്വിഷു തസ്മിൻ തപസി മയി തപസ്വിനഃ പ്രോതാഃ. അപ്പോൾ പുണ്യഃ ഗന്ധഃ സുരഭി, എളുപ്പമാണത്. സുഗന്ധം എവിടെ? പൃഥിവ്യാം ച, ഭൂമിയിൽ ഞാൻ സുഗന്ധമാകുന്നു. അവിടെ ഭാഷ്യകാരൻ പറയുകയാണ്, തസ്മിൻ മയി ഗന്ധഭൂതേ പൃഥിവീ പ്രോത. ഗന്ധമാകുന്ന എന്നിൽ ഭൂമി കോർക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കണം, സ്ഥൂലത്തിൽ സൂക്ഷ്മമല്ല വാസ്തവത്തിൽ, മറിച്ച് സൂക്ഷ്മത്തിൽ സ്ഥൂലമാണ്. സൂക്ഷ്മമോ കാരണത്തിൽ, അല്ലാതെ സൂക്ഷ്മത്തിൽ കാരണമല്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് സ്ഥൂലബുദ്ധിയോടുകൂടിയ മനുഷ്യൻ കണ്ടെത്താൻ വേണ്ടി സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകും, സൂക്ഷ്മത്തിൽ നിന്ന് കാരണത്തിലേക്ക് പോകും. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. അവിടെ നിങ്ങട്ടാണ്. ആത്യന്തികമായ ഉണ്മയിൽ, സത്തയിൽ എല്ലാം നിലകൊള്ളുകയാണ്. അല്ലാണ്ട് എല്ലാത്തിലും സത്തയല്ല. എന്നിലെല്ലാം നിലകൊള്ളുന്നു, ഞാൻ ഒന്നിലും നിലകൊള്ളുന്നില്ല എന്ന് ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് 9-ാം അധ്യായത്തിൽ. അതിരിക്കട്ടെ, അത് രാജവിദ്യ അവിടെ നിൽക്കട്ടെ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഭൂമിയിൽ പുണ്യമായ ഗന്ധം ഞാനാകുന്നു. അപ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ്, എന്തിനാ ഇപ്പം ഇങ്ങനെ പറഞ്ഞത് എന്ന്. പുണ്യത്വം ഗന്ധസ്യ സ്വഭാവതഃ ഏവ പൃഥിവ്യാം ദർശിതം. സ്വഭാവതയാ തന്നെ
ഭൂമിയിൽ പുണ്യത്വം സൗരഭ്യം എടുത്തു പറയപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ അബാദിഷു രസാദേഹേ പുണ്യത്വോപലക്ഷണാർത്ഥം. ജലം തുടങ്ങിയവയിൽ രസം തുടങ്ങിയവയുടെ പുണ്യത്വത്തെ കാണിക്കാൻ. ഒന്നുകൂടി സ്പഷ്ടമായി പറയാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ആകാശത്തിൽ യാതൊരു ശബ്ദമുണ്ടോ അത് പുണ്യകരമാണ്. വായുവിൽ യാതൊരു സ്പർശമുണ്ടോ അത് പുണ്യമാണ്. അഗ്നിയിൽ യാതൊരു രൂപമുണ്ടോ അത് പുണ്യമാണ്. ജലത്തിൽ യാതൊരു രസമുണ്ടോ അത് പുണ്യമാണ്. ഇങ്ങനെ ഓരോ ഭൂതത്തിൻ്റെയും സഹജഭാവം പുണ്യമാണെന്ന് കാണിക്കാനാണ് ഭൂമിയിലെ ഗന്ധത്തിൽ പുണ്യത്വം പറഞ്ഞത് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഇത് ഒരു വിശേഷമായ വീക്ഷണമാണ്. ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ മുഴുവൻ മഹിമാഭാവത്തെ കാണിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രസിദ്ധനായ സപ്താഹാചാര്യൻ, ഈ ഭാഗവത സപ്താഹാചാര്യനാണ്, നമ്മളെ ഫോൺ ചെയ്തു. അദ്ദേഹം ഫോൺ ചെയ്ത് സാധാരണ ശബ്ദത്തിലല്ല സംസാരിക്കുന്നത്, കണ്ഠമിടറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, സ്വാമി ഞാൻ 60-65ഓളം പ്രാവശ്യം സ്വാമിയുടെ ഒരു പ്രഭാഷണം കേട്ടു. സത്യം ശിവം സുന്ദരം എന്നും പറഞ്ഞിട്ട് സ്വാമി ബാംഗ്ലൂരിൽ ചെയ്തൊരു പ്രഭാഷണമാണ്. എന്താണെന്ന് എനിക്ക് വാക്കുകളില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, 60-ലധികം പ്രാവശ്യം കേട്ട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും നിർത്തും നിങ്ങൾ, അത് കേട്ടോണ്ടിരുന്നാൽ അതിൽ തന്നെ കുടുങ്ങിപ്പോവില്ലേ. ആ വിഷയം ഇതെന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ സത്യം ശിവം സുന്ദരം എന്നുള്ളത് അന്യമായൊരു വിഷയമല്ല. സത്യമാണ് ശിവം, ആ ശിവമാണ് സൗന്ദര്യം. ഈ സൗന്ദര്യം കാണാൻ കഴിഞ്ഞാൽ ലോകത്തിലെ സമസ്ത പദാർത്ഥങ്ങളെ നമുക്ക് പ്രേമിക്കാം. ഒരണുകണത്തിൻ്റെ സ്പന്ദനത്തിൽ ഈശ്വരഭാവം നമുക്ക് കാണാൻ പറ്റും. ആ അണുകണത്തിൻ്റെ സ്പന്ദനത്തിൽ ഈശ്വരഭാവം കാണാൻ കഴിയുന്ന ആൾക്ക് ഒരു നർത്തകിയുടെ കാലുവെപ്പിലോ ഒരു സംഗീതജ്ഞൻ്റെ ധ്വനിയിലോ അത് കാണാൻ അനുഭവിക്കാൻ സാധിക്കും. ഒരു പുഴുവിൻ്റെ ഇഴയലിൽ, ഒരു കൊതുവിൻ്റെ പറക്കലിൽ നമുക്കത് കാണാൻ കഴിയും. ഒരട്ട ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിലാ സുന്ദരം കാണാൻ പറ്റും. ഞാൻ പുഷ്പം വിടർന്ന ഒന്നുമല്ല ദൃഷ്ടാന്തം പറഞ്ഞേ, അങ്ങനെയൊക്കെ പറയാമായിരുന്നു. ഒരു മുല്ലപ്പൂവോ പനിനീർ പൂവോ വിടരുമ്പോൾ അതിൽ സൗന്ദര്യം കാണാമെന്ന് പറയാമായിരുന്നു. അതല്ല പറഞ്ഞേ. ഒരട്ട ഇഴയുമ്പോൾ, കൊതു പറന്ന് വരുമ്പോൾ നമുക്ക് ആ സൗന്ദര്യം കാണാൻ പറ്റും. ഈ പ്രപഞ്ചത്തിലെ ഓരോ സ്പന്ദനത്തിലും ആ സൗന്ദര്യമുണ്ട്. പുരുഷയേവ ഇദം സർവം, ഇതെല്ലാം ആ പൂർണ്ണ പുരുഷനാണ് എല്ലാം. പിന്നെ സൗന്ദര്യം തേടി പോവുക, സുന്ദരിയാവാനോ സുന്ദരനാവാനോ ബ്യൂട്ടി പാർലറിൽ പോവുക ഒന്നും വേണ്ട, ഒന്നും വേണ്ട. സഹജമായ സൗന്ദര്യത്തെ നമുക്ക് കാണാൻ പറ്റും. കാക്കയിലും കാണാം സൗന്ദര്യം, കുയിലിലും കാണാം, അരയന്നത്തിലും കാണാം, എല്ലാത്തിലും കാണാം. ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്പന്ദനത്തിലും. സംഗീതജ്ഞൻ എവിടെയാണ് പാട്ട് കേൾക്കുന്നത്? നമ്മൾ സാധാരണക്കാർ പാട്ട് കേൾക്കുന്നത് ഗായകനോ ഗായികയോ പാടുമ്പോഴാണ്. സംഗീതജ്ഞൻ സർവത്ര പാട്ട് കേൾക്കുകയാണ്. അതിൽ നിന്ന് അയാൾക്ക് രാഗം ഉരുത്തിരിയിക്കാൻ സാധിക്കുന്നു. അതിൽ ഈ പ്രപഞ്ചത്തിൻ്റെ താളം അയാൾ അറിയുന്നു. ചിന്തിക്കൂ, കാറ്റ് വീശുന്നുണ്ടെങ്കിൽ അതിൽ രാഗവും താളവും ഉണ്ട്. വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ അതിനൊരു താളമുണ്ട്. താളം ഉണ്ടെങ്കിൽ രാഗമുണ്ട്, ഉറപ്പാണ്.
രാഗം കണ്ടെത്താൻ എളുപ്പമല്ല, താളം എളുപ്പമാണ്. താളാകെ കുറച്ചല്ലേ ഉള്ളൂ ഇല്ലേ? എന്താ അഭിപ്രായം? സംഗീതത്തിൽ രാഗം എത്രയാണ്? കുറച്ചുകൂടി പണിയാണ് കണ്ടെത്താൻ. ചിന്തിക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഫാനിൻ്റെ ചെറിയൊരു ശബ്ദം ഉണ്ടെങ്കിൽ അതിൽ രാഗവും താളവും ഉണ്ട്. ഈ പ്രപഞ്ചം മുഴുവനുണ്ട്, ഒരണുവിൻ്റെ സ്പന്ദനത്തിലുണ്ട്. അപ്പോൾ സൗന്ദര്യം തേടി വേറെ പോവുകയല്ല, ഈ പ്രപഞ്ചം അഖിലവും സുന്ദരമാണ്. അത് കാണിക്കാനാണ് ഭൂമിയുടെ ഗന്ധത്തെ പുണ്യോ ഗന്ധ, ഭൂമിയിൽ സ്വതവേ യാതൊരു ഗന്ധമുണ്ടോ അത് പുണ്യമാണ്. ജലത്തിൽ യാതൊരു രസമുണ്ടോ അത് പുണ്യമാണ്. അഗ്നിയിൽ യാതൊരു രൂപമുണ്ടോ അത് പുണ്യമാണ്. ഇങ്ങനെ ഓരോരോ ഭൂതത്തെയും മനസ്സിലാക്കുക. അപ്പം നമുക്ക് വാസ്തവത്തിൽ അളവറ്റ പ്രേമമാണ് പിന്നെ ഈ പ്രപഞ്ചത്തോട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ പ്രകടനവും പ്രേമാസ്പദമാണ്. ആ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കൂ. അതാണ് മഹാത്മാക്കളുടെ പ്രേമത്തിന് പരിധിയില്ല എന്ന് പറഞ്ഞത്. ഓരോരുത്തർക്കും തോന്നും എന്നോടാ പ്രേമെന്ന്. ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ എന്നെയാണ് നോക്കണമെന്ന് ഓരോരുത്തർക്കും തോന്നുകയാണ്. ചന്ദ്രൻ ആരെ നോക്കണു? ചന്ദ്രൻ ആരെയും നോക്കണില്ല, വേറെ പണിയില്ല ചന്ദ്രന്. പക്ഷെ ഓരോരുത്തർക്കും തോന്നും എൻ്റെ നോക്കുകയാണ്, എൻ്റെ കൂടെ നടക്കുകയെന്നും തോന്നാറുണ്ട് ഇല്ലേ? പണ്ടൊക്കെ നമ്മൾ ഗ്രാമങ്ങളിൽ നാട്ടുവഴികളിലൂടെ നടക്കുമ്പോൾ തൻ്റെ കൂടെ ചന്ദ്രൻ നടക്കുന്നതായിട്ടൊക്കെ ഭാവന ചെയ്യാറുണ്ട്. പാവം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊന്നും സമയമില്ല, ഒന്നുമില്ല, അവർക്ക് സാധിക്കുകയില്ല, സ്വാതന്ത്ര്യവും ഇല്ല, അച്ഛനമ്മമാർ സമ്മതിക്കുകയില്ല. വലിയ കഷ്ടമാണ്, സങ്കടമാണ്. പ്രകൃതിയിൽ നമ്മൾ അകന്നുകൊണ്ടിരിക്കുന്നത് വലിയ സങ്കടം. തെറ്റില്ലല്ലോ. ആര് പറഞ്ഞു തെറ്റുണ്ട്? ചന്ദ്രൻ എന്നെ നോക്കുന്നു, ചന്ദ്രൻ്റെ പ്രകാശം ഞാൻ അനുഭവിക്കുന്നു, അതിൻ്റെതായ സുഖം ഞാൻ അനുഭവിക്കുന്നെങ്കിൽ ചന്ദ്രൻ എന്നെ നോക്കുകയാണെന്ന് സങ്കല്പിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റുണ്ടെന്ന് ഇവിടെ പറഞ്ഞോ? ഇല്ല. ഓരോരുത്തർക്കും അങ്ങനെ തോന്നുന്നേ പറഞ്ഞിട്ടുള്ളൂ. തെറ്റില്ലല്ലോ. തെറ്റെന്നൊരു വാക്ക് പറയില്ല. എന്താ തെറ്റ്? എന്തിനാ തെറ്റെന്ന് നമ്മൾ പറയുക? എന്താ തെറ്റ്? ആർക്കെങ്കിലും പറയാൻ പറ്റുക പറഞ്ഞോളൂ. ഒരു പ്രദേശത്ത് നിന്ന് തെറ്റെന്ന് പറയുമ്പോൾ ആ പ്രദേശത്തിൻ്റെ സമൂഹ മനസ്സ് എന്തിനെ തെറ്റായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ അത് തെറ്റെന്ന് പറയാം. അല്ലാണ്ട് ഒരു തെറ്റ് വേറൊരു സ്ഥലത്ത് പോയ തെറ്റല്ല. അത് ദേശകാലങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. നിരപേക്ഷമായി തെറ്റും ശരിയൊന്നുമില്ല. ഈ തെറ്റ് ശരിയൊക്കെ സാപേക്ഷ, ഒരു സംശയവുമില്ല. ഒരു 20 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പ് അധ്യാപകൻ കുഞ്ഞിനെ നല്ലൊരടി കൊടുത്തു മുഖത്ത്, ഒക്കെ ചുമന്ന് തുടുത്ത് വീട്ടിലേക്ക് വന്നു. അച്ഛൻ അഥവാ അമ്മ പറയും നന്നായിരുന്നു, നിനക്ക് ഇനിയും കിട്ടണം. ഇപ്പോഴാണെന്ന് വെച്ചാൽ അച്ഛൻ അഥവാ അമ്മ ഏറ്റവും നല്ല വക്കീലിൻ്റെ അടുത്തേക്ക് പോകും അധ്യാപകനെതിരായിട്ട് കേസ് കൊടുക്കാൻ. ഏതാ ശരി? അതാണോ ശരി? ഇതാണോ ശരി? അത് ശരി, ഇത് ശരി, അത്രയേ ഉള്ളൂ. അല്ലാണ്ടെന്താ? നമ്മളൊക്കെ അധ്യാപകരെ അടിച്ചു എന്നിട്ടോ അമ്മേനോട് പറഞ്ഞാൽ കണക്കായി, എൻ്റെ വകയും കൂടി കിട്ടണം, നിനക്ക് 2 എന്ന് പറയും. അതെ, നന്നായിട്ടുണ്ട് മാഷെ, നല്ലോണം കൊടുക്കണം. അച്ഛൻ അധ്യാപകൻ വല്ലാതെ അടിച്ച് പൊട്ടിച്ച് മുറിവൊക്കെ ആയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് പരാതി പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യാം, ഹെഡ്മാഷക്ക് കൊടുക്കാനൊരു കത്ത് തരാം, അത് കൊടുത്താൽ മതിയെന്ന്. പൊട്ടിച്ച് നോക്കരുതെന്ന് പറഞ്ഞു. വഴിയിൽ നിന്ന് നല്ല കാലത്തിന് അച്ഛൻ്റെ മോനാണല്ലോ, പൊട്ടിച്ച് നോക്കുമ്പോൾ എന്താ ഇവന് 4 കൊടുക്കണം എന്നാണെങ്കിൽ എഴുതിയിട്ടുള്ളത്. അതെ, അതൊരു 10-30 കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. എന്തായാലും തിരിച്ചു വരും. കുറച്ചു കാലം ഈ സൈക്കിൾ അങ്ങനെയാണല്ലോ, കറങ്ങിക്കൊണ്ടേ വരും. ആപേക്ഷികമാണ്. അപ്പം അതുകൊണ്ട് മഹാത്മാക്കൾക്ക് എല്ലാത്തിനോടുമുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള
പ്രേമം അപരിമിതമാണെന്നാണ് പറഞ്ഞത്. കാരണം എല്ലാം ഈശ്വരൻ്റെ പ്രകടനമാണ്, ചമത്കാരമാണ്. പുരുഷയേവ ഇദം സർവം, ബ്രഹ്മൈവേദം സർവം, ആത്മൈവേദം സർവം എന്നൊക്കെ ഉള്ളത് വെറും വാക്കുകളല്ല. എൻ്റെ ആ ഒരു ഉദാരത, ഉത്കൃഷ്ടത ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഇത് നല്ലോണം ആലോചിക്കണം. പുണ്യോ ഗന്ധ പൃഥിവ്യാം. അപ്പോൾ അപുണ്യത്വം നമുക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ സുഗന്ധം ഇല്ല, ദുർഗന്ധാണെന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ. അതോ അപുണ്യത്വം ഗന്ധാദീനാം, ഗന്ധം തുടങ്ങിയവയ്ക്ക് അപുണ്യത്വം തോന്നുന്നുണ്ടെങ്കിൽ അത് അവിദ്യാധർമാദ്യപേക്ഷം, അവിദ്യ അധർമ്മം തുടങ്ങിയവയുടെ അപേക്ഷയിലാണ്. സംസാരികൾക്ക്, വേർതിരിവ് അറിവില്ലാത്ത സംസാരികളെ സംബന്ധിച്ചാണ് അപുണ്യത്വം. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ ലൗകികമായി പറയുന്ന ഒരു വാക്യം പറയാം. കലങ്ങിയ വെള്ളം അല്ലെങ്കിൽ ചെളിവെള്ളം പറയാറില്ലേ? ചെളിവെള്ളം ഉണ്ടോ ഇല്ലയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉണ്ട് എന്നാണ്. ശരി, ഉണ്ടെന്ന് പറയുന്നവർക്കുണ്ട്. എൻ്റെ അഭിപ്രായം ഇല്ല എന്നാണ്. ചെളിവെള്ളം എന്ന് പറയുന്ന സമയത്തും വെള്ളത്തിന് യാതൊരു അസ്വച്ഛതയുമില്ല. വെള്ളത്തിൻ്റെ തന്മാത്രാന്തര സ്ഥലങ്ങളിൽ ചെളിയുടെ തന്മാത്രകൾ കയറിയിരിക്കുകയാണ്. വെള്ളത്തിൽ ചെളിയില്ല, ചെളിയിൽ വെള്ളവും ഇല്ല. മണ്ണ് വേറെ, വെള്ളം വേറെ, അത് കലർന്നിരിക്കുന്നു. മനസ്സിലായില്ല? ഇതിലിപ്പോൾ ഒരു ത്യാഗരാജ സംഗീതോത്സവത്തിനൊക്കെ 100 കണക്കിന് ആൾക്കാരാണ് ഒന്നിച്ച് പാടുന്നത്. 100 കണക്കിന് വയലിനുണ്ടാവും, 100 കണക്കിന് മൃദംഗം ഉണ്ടാവും, 100 കണക്കിന് വായ്പാട്ടുകാരുണ്ടാവും, 100 കണക്കിന് ഘടം ഉണ്ടാവും, ഒന്നിച്ചാ. പക്ഷേ ഒരൊറ്റ ശബ്ദമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. 2 വയലിൻ ശബ്ദം കേൾക്കുന്നില്ല, 2 വായ്പാട്ട് കേൾക്കുന്നില്ല. പഞ്ചരത്ന കീർത്തനങ്ങളാണ് പാടുന്നത്. ആദ്യം ഗണപതി ചൊല്ലിയിട്ട് പിന്നെ പഞ്ചരത്നത്തിലേക്ക് കടക്കും. ഒരു ശബ്ദം. 1000 പേര് പാടിയാലും ഒരു ശബ്ദം. നല്ല സുഖമല്ലേ ആസ്വദിക്കാൻ? ശരി, ഇനി പറയാൻ പോവുകയാണ്. 3 പേര് പാട്ട് പാടുകയാണ്. 3ഉം ഒരേ രാഗത്തിലുള്ള പാട്ടാണ്. പക്ഷെ 3ഉം ഇത് പാട്ടിൽ മാത്രമല്ല, വാദ്യമായാലും കുഴപ്പമില്ല. 3 പേരെ കൊട്ടുകയാണ്, ചെണ്ട കൊട്ടുകയാണ്. എന്താ ഒരു വസ്തു മനസ്സിലാവില്ല. ഇത് അവ തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ മേളത്തിൽ ഒരു ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നു. അത് മേളമായപ്പോഴല്ലെങ്കിലോ അമേളത്തിലോ യവനും കൊട്ടുന്നുണ്ട്, മറ്റവനും കൊട്ടുന്നുണ്ട്, അപ്പുറത്തുള്ളവരും കൊട്ടുന്നുണ്ട്. ഒരു കൊട്ടലാണ്. ഗംഭീര അസലായിട്ടുണ്ടെന്ന് അഭിപ്രായം പറയാം അവസാനം. പക്ഷേ ചോദ്യം, ഈ ശബ്ദം കലർന്നിട്ടുണ്ടോ ഇല്ലയോ? കലർന്നതായി നമ്മുടെ ചെവികൾക്ക് അനുഭവപ്പെടുമ്പോഴും ഓരോരുത്തരുടേതും വ്യത്യസ്തമാണ്. അത് സ്ഥൂലഭാവത്തിലാണ് കലരുന്നത്, സൂക്ഷ്മഭാവത്തിൽ അവ കലരുന്നില്ല. അത് തിരിച്ചറിയാനുള്ള ശേഷി നമുക്കുണ്ടെങ്കിൽ എന്താ അഭിപ്രായം? വ്യക്തമാണല്ലോ പറഞ്ഞത്. കുറച്ചുകൂടി നല്ലൊരു ദൃഷ്ടാന്തം പറയാം, കുറച്ചുകൂടി എളുപ്പം. ഇപ്പം നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ ഈ ഫാനുകൾ കറങ്ങുന്നുണ്ട്. അത് ഒന്നിലാണ് വെച്ചത്, അധികമായിട്ട് ശബ്ദം വേണ്ട എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അത് എല്ലാവരും കാണുന്നുണ്ട്, അതിൻ്റെ ആ ലീഫുകൾ ഇങ്ങനെ കറങ്ങണത് കാണുന്നുണ്ട്. അതിപ്പോൾ 5 വെച്ചു എന്ന് വിചാരിച്ചോളൂ, ലീഫുകൾ കറങ്ങണ കാണുമോ? ഇല്ല. അതിൻ്റെ ഒരു 1000 ഇരട്ടി വേഗതയിൽ കറങ്ങുക എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഫാനിന് അതിന് ശക്തിയില്ല. ഒരു വിമാനത്തിൻ്റെ
ചിറകായിക്കോട്ടെ, ഒരു വിമാനത്തിൻ്റെ ചിറക് കറങ്ങുകയാണ്. അതിൻ്റെ ഇപ്പുറത്ത് കൂടെ നമ്മൾ അപ്പുറത്തേക്ക് നോക്കുന്നു. ഇങ്ങനൊരു വസ്തു അവിടെ ഉള്ളത് നമ്മൾ കാണുമോ? എന്താ അഭിപ്രായം? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ചിറകുമില്ല, ഒന്നുമില്ല. നേരത്തെ ഞാൻ കണ്ടിരുന്നു, ഇപ്പോൾ സ്പീഡിൽ കറങ്ങാൻ തുടങ്ങി, ഇപ്പം അങ്ങനെ ചിറകേ ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ അപ്പുറത്തത് മുഴുവൻ പൂർണ്ണമായി സുവ്യക്തമായി കാണുകയാണ്. വ്യക്തമാണല്ലോ? വ്യക്തമാണല്ലോ പറഞ്ഞ ദൃഷ്ടാന്തം. ഇനി ചോദിക്കട്ടെ, ഒരു സെക്കൻഡിൽ മനുഷ്യൻ്റെ കണ്ണിന് എത്ര ഫ്രെയിമുകളെ വേർതിരിച്ചെടുക്കാൻ കഴിവുണ്ടോ അതിനേക്കാൾ 1000 ഇരട്ടി ഫ്രെയിം വേർതിരിച്ചെടുക്കാൻ കഴിവുള്ള ഉപകരണം വെച്ച് നോക്കിയാലോ? ഒന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ചിട്ട് അതിൽ എത്ര FPS ആണെന്നുള്ളത് നോക്കിയിട്ട് ഫ്രെയിം പെർ സെക്കൻഡ് ഒരു 60 എന്നുള്ളതിന് പകരം 90 ആണെങ്കിൽ ശരിക്കും ഈ ഫാന് ലീഫ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം തന്നെ നോക്കിക്കോളൂ, കയ്യിലുള്ളത് എടുത്തിട്ട് ആ ഫാൻ നോക്കിക്കോളൂ, ഫുൾ സ്പീഡിലാക്കിയിട്ട്. അപ്പോൾ ഈ കലർന്നു എന്ന് തോന്നുന്നത് നമ്മുടെ കഴിവുകേടാ, കലർന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ? തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുക, സ്വാമി വിഡ്ഢിത്താണെന്ന്. ആ ഇപ്പം നമ്മളൊക്കെ ഫോണിൽ എത്ര ഉണ്ടാവും? 60, 90, എത്രയാ? 60 FPS പൊതുവേ ഫോണിൽ ഇപ്പോൾ കാണുന്ന മൊബൈൽ ഫോണിൽ 60. അതൊരു 1200 ആണെങ്കിലോ എത്ര വലിയ മൂവ്മെൻറ്റും നിശ്ചലമായിട്ട് കാണിക്കാൻ പറ്റും. ചിന്തിച്ചു നോക്കുക. ഇതുപോലെ ചെളിയും മണ്ണും വെള്ളവും കലർന്നിട്ടുണ്ടോ? ഇല്ല. മണ്ണ് മണ്ണായിരിക്കുന്നുണ്ട്, വെള്ളമായിരിക്കുന്നുണ്ട്. ഒസല വെള്ളം കേട്ടോ എന്ന് നമ്മൾ അതിനെ കൊണ്ട് പറയുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, വരാതിരിക്കട്ടെ. ആർത്തിയോടെ അത് വാരി കുടിക്കുന്ന അവസ്ഥ വരുമല്ലയോ? ഒരു സംശയമില്ല. ഇപ്പം നമ്മൾ ചെളിവെള്ളം എന്ന് പറയുന്ന വസ്തുവെ ഒക്കെ അപേക്ഷിക. അപ്പോൾ ഈ കൂടിക്കലർന്ന് കാണുന്ന, വേർതിരിച്ച് കാണാത്ത അജ്ഞാനത്തിൻ്റെ ഫലമായിട്ടാണ് ഗന്ധം തുടങ്ങിയവയിൽ അപുണ്യത്വം തോന്നുന്നത് എന്ന് ഭാഷ്യകാരൻ പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി, ദൈർഘ്യം എത്രയാ? അജ്ഞാനികൾക്ക്, സംസാരികൾക്കാണ് ഇത് അപുണ്യമായിട്ട് തോന്നണത്. ഒരു ചേർക്കലും ഒരു കലർപ്പും ഉണ്ടാവണില്ല. ആ മണ്ണിനെ വേർതിരിക്കുക, വെള്ളത്തെ വേർതിരിക്കുക. നേരത്തെ പറഞ്ഞ 3 ചെണ്ടക്കോട്ടിനെ 3 വേർതിരിക്കാൻ കഴിയുക. ചെവിക്ക് നമുക്ക് ആ ശേഷിയില്ല. അത്തരം ഉപകരണങ്ങൾ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. ഞാൻ അറിഞ്ഞെടുത്തോളം ഇല്ല, ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല. നാളെ വരും, നാളെ ടെക്നോളജി അത് കണ്ടുപിടിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ 3 ചെണ്ടക്കോട്ടുണ്ടെങ്കിൽ ആ 3നെയും വേർതിരിക്കാൻ കഴിവുള്ള ഉപകരണം ഭാവിയിൽ വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ടെക്നോളജി അത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ കലർന്ന് കാണുന്നത് കൊണ്ടാണ് ഈ അപുണ്യത്വം. നോക്കൂ, ഭാഷ്യകാരൻ പറയുകയാണ്, അപുണ്യത്വം തു ഗന്ധാദീനാം അവിദ്യാധർമാദ്യപേക്ഷം. അവിദ്യ, അധർമ്മം, അല്ലെങ്കിൽ അവിദ്യാധർമ്മം രണ്ടും പറയാം. അവിദ്യയാകുന്ന ധർമ്മം അല്ലെങ്കിൽ അവിദ്യ, അധർമ്മം തുടങ്ങിയവയുടെ അപേക്ഷയിലാണ് സംസാരികൾക്ക്. അത് ഭൂതവിശേഷ സംസർഗ നിമിത്തമാണ്, ഭൂതവിശേഷങ്ങളുടെ സംസർഗം നിമിത്തമാണ്. അല്ലാതെ ഒരു വസ്തുവിലും അപുണ്യത്വം ഇല്ല. വലിയൊരു കാഴ്ചയാണ് നമുക്കത്, ജീവിതത്തിൽ വലിയൊരു ദർശനമാണത്. ഇത് പണ്ടിവിടെ നമ്മൾ തന്നെ ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട്.
പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഓർമ്മ വന്നതുകൊണ്ട് ആവർത്തിക്കുകയാണ്. നമ്മളെ മലയാളത്തിൽ വളരെ ശ്രേഷ്ഠമായ ഭഗവത്ഗീത വ്യാഖ്യാനമൊക്കെ തന്ന ഒരു മഹാപുരുഷനായിരുന്നു പ്രകാശാനന്ദ സ്വാമികൾ. സ്വാമിജിയുടെ ഭഗവത്ഗീത വ്യാഖ്യാനം ഇപ്പോഴും ഉണ്ട്. രാമകൃഷ്ണ മിഷനാണ് അത് വിപണനം ചെയ്യുന്നത്. അപ്പോൾ സ്വാമിജി അവസാന കാലത്ത് ശരീരത്തിന് വയ്യാതായിട്ട് കുറച്ചു കാലം മാഹിയിലുണ്ടായിരുന്നു. പിന്നെ അവസാനം തൃശ്ശൂരുണ്ടായിരുന്നു. ഇത് പറഞ്ഞു കേട്ട കഥയാണ്. ആ കാലഘട്ടത്തിൽ സ്വാമിജിയെ പരിചരിക്കാൻ ഒരു ബ്രഹ്മചാരിയെ ചുമതലപ്പെടുത്തി. സ്വാമിജി മൂക്കത്താണ് ശുണ്ഠി. അപ്പോൾ ഒരു ദിവസം ഈ ബ്രഹ്മചാരിയെ വഴക്ക് പറഞ്ഞ് എന്നാൽ നിർത്തണ്ടേ, അതുമില്ല. ഈ ബ്രഹ്മചാരി പാവം കഷ്ടപ്പെട്ടിട്ടാണ് സ്വാമിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. വഴക്ക് പറഞ്ഞ് ഇനി അങ്ങോട്ട് പറയാനും ഇല്ല. അപ്പോൾ ബ്രഹ്മചാരി പാവം കരഞ്ഞുപോയി. ഉടനെ സ്വാമിച്ചു, മോനെ എന്തിനാ കരയുന്നേ? മോനെ ഞാൻ വല്ലതും പറഞ്ഞോ? നീ ചെയ്ത ദോഷത്തെ അല്ലടാ പറഞ്ഞതെന്ന് രണ്ടാമത് തുടങ്ങിയത്. മനസ്സിലായില്ല? ചെയ്തിയെയും വ്യക്തിയെയും വേർതിരിക്കാൻ കഴിയുക. ആ വേർതിരിക്കാൻ സാധിച്ചാൽ ഒരിക്കലും നമ്മൾ കള്ളനെ വെറുക്കില്ല, കള്ളത്തരത്തെ വെറുക്കും. ഒരിക്കലും നമ്മൾ കൊലപാതകിയെ വെറുക്കില്ല, കൊലപാതകത്തെ വെറുക്കും. പ്രായോഗികമാണോ എന്നൊക്കെ ചോദിക്കും. പ്രായോഗികമാണല്ലോ, പ്രായോഗികമല്ലാത്തൊരു വാക്ക് പറയുന്നില്ലല്ലോ. അപ്പോൾ അവന് ശിക്ഷ കൊടുക്കണം. അത് നേരെയായി അവൻ വരുന്നത് വരെ അവനെ ശിക്ഷിക്കണം. അതിനെ അവൻ വേർപെടുത്തി അവൻ സ്വച്ഛഭാവത്തിൽ വരുന്നവരെ അവന് ശിക്ഷ കൊടുക്കണം. വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത്ര ചാട്ടവാർ അടി എന്ന് പറഞ്ഞാൽ അത്ര ചാട്ടവാർ തന്നെ അടിക്കണം. അത് അവനോടുള്ള വിരോധമല്ല. അവൻ്റെ ദുഷ്ചെയ്തി മാറി അവൻ വരുന്നത് വരെ അവനെ ശുദ്ധാക്കാനാണ്. ചില കുറ്റങ്ങളൊന്നും ചെയ്താൽ അത് മതിയാവില്ല, കഴുത്ത് വെട്ടേണ്ടി വരും. എന്നിട്ട് അവൻ അടുത്ത കുപ്പായം ഇട്ട് വരട്ടെ. ഈ കുപ്പായത്തിൽ അവൻ ജീവിച്ചിട്ട് കാര്യമില്ല. അത്ര സമൂഹത്തിന് ദ്രോഹമാണ് അവൻ. ആദതായിയാണ്. അതുകൊണ്ട് അവൻ പുതിയ കുപ്പായം ഇട്ട് വരട്ടെ. ഈ കുപ്പായം നിനക്കിനി വേണ്ട. രാജാവ് അവനെ വധിക്കാൻ വിധിച്ചു. ഒക്കെ സ്നേഹം കൊണ്ടാ. എങ്ങനെയെങ്കിലും നീ ഒന്ന് നേരെ ആവിടാം. ചിന്തിച്ചു നോക്കൂ. വല്ലാത്തൊരു വീക്ഷണമാണ്. ആ പുണ്യത്വം അജ്ഞാനം കൊണ്ടാണ്. അതുപോലെ തേജഃ ദീപ്തി അസ്മി വിഭാവസൗ അഗ്നൗ. അഗ്നിയിൽ ഞാൻ ദീപ്തിയാകുന്നു, തേജസ്സാകുന്നു. തഥാ ജീവനം സർവഭൂതേഷു യേന ജീവന്തി സർവാണി ഭൂതാനി തജ്ജീവനം. എന്തിനെ കൊണ്ടാണോ ജീവികൾ ജീവിക്കുന്നത് അതാണ് ജീവനം. അപ്പം ജീവികളിൽ ജീവനം ഞാനാണ്. ജീവനം കൊണ്ടാണല്ലോ ഒന്ന് ജീവിയാവുന്നത്, ഇല്ലേ? അത് പോയാൽ പോയി, പിന്നെ ആരും ജീവി എന്ന് പറയാറില്ല, ശവന്നാ പറയുക. തപഹാചാസ്മി തപസ്വിഷു. തപസ്വികളിൽ തപസ് ഞാനാണ്. തപസ് കൊണ്ടാണല്ലോ ഒരാൾ തപസ്വിയാവുന്നത്. അപ്പോൾ ഒന്ന് എന്തുകൊണ്ടാണോ അത് ഞാനാകുന്നു എന്നർത്ഥം. അങ്ങനെ എല്ലാത്തിൻ്റെ ഉണ്മ ഏകമാണെന്ന് അറിഞ്ഞാലും നോക്കൂ. തസ്മിൻ തപസി മയി തപസ്വിനഃ പ്രോതാഹ. തപസ്സാകുന്ന എന്നിൽ തപസ്വികൾ കോർക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തമാണല്ലോ ശ്ലോകം. നോക്കൂ അടുത്തത്. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജഃ തേജസ്വിനാമഹം.
ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജഃ തേജസ്വിനാമഹം. അവിടെ നിന്ന് ഛേദിച്ച് പറയാം. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. അവിടെ ഒന്നും ഛേദിക്കാനില്ല. ബുദ്ധിഹി ബുദ്ധിമതാം അസ്മി തേജഃ തേജസ്വിനാം അഹം. ഇങ്ങനെയാണ് ഛേദിക്കേണ്ടത്. ഹേ പാർത്ഥ, അല്ലയോ പാർത്ഥ. ഓരോ ശ്ലോകത്തിലും, എല്ലാ ശ്ലോകങ്ങളിലും ഇല്ല, അധിക ശ്ലോകങ്ങളിലും സംബോധനയുണ്ട്. ഗീതയിൽ അധിക ശ്ലോകങ്ങളിലും സംബോധനയുണ്ട്. കഴിഞ്ഞതിലുണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, കഴിഞ്ഞതിലില്ല. ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ് സംബോധന ചെയ്യുന്നത്. ശ്രദ്ധിച്ചു ഞാൻ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് ഭഗവാൻ പറയണത്. എന്നാലും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയില്ലേ? രണ്ട് ദോഷങ്ങൾ വരാം. ഒന്ന് ലയം, രണ്ട് വിക്ഷേപം. രണ്ട് ദോഷങ്ങളാണ് വരിക ശ്രവണത്തിൽ. ശ്രവണ സന്ദർഭത്തിൽ വരുന്ന ദോഷം രണ്ട്: ലയം, വിക്ഷേപം. ലയം എന്ന് പറഞ്ഞാൽ അറിയാണ്ട് എന്താ സ്വാമി പറഞ്ഞേ, എന്തോ പറഞ്ഞു, കഴിഞ്ഞു, ഒന്നും കുറങ്ങിപ്പോൾ, എത്രയേ ഉള്ളൂ, അതൊരു സെക്കൻഡ് മതി, അപ്പോൾ ഒക്കെ വിട്ടുപോകും. ചിലപ്പോൾ ആ ഒരു സെക്കൻഡ് എന്നുള്ളത് നീണ്ടിട്ട് ഒരു ക്ലാസ് തീരുന്നത് വരെയൊക്കെ ആവാം, അല്ലേ? ആവാം. എന്താ ദോഷം? നല്ലതല്ലേ? ഉറക്കമാണോ ഒന്ന്? ലയം. രണ്ട് വിക്ഷേപം. വേറെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുക തന്നെ. ആളിവിടെ ഇരിക്കുന്നുണ്ടാവും, ഇത് കേൾക്കാൻ ഉള്ള ഭാവത്തിലായി ഇരിക്കണതൊക്കെ, പക്ഷേ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് എവിടേക്കോ പോവുകയാണ്. ഈ രണ്ട് ദോഷങ്ങളാണ് ശ്രവണത്തിൽ വരിക. ലയെ സംബോധ ചെയ്ത്, ലയം വന്നാൽ ഓണർത്തണം പിടിച്ചിട്ട്. വിക്ഷിപ്തം ശമയത്, വിക്ഷേപം വന്ന് അതിനെ ശമിപ്പിക്കുക, അതിനെ തല്ലു കൊടുത്തിട്ട് ഇരിക്കുവിടെ, നീണ്ടിപ്പോൾ ഇത് കേൾക്കാനായിരിക്കണത്, ഇതിൻ്റെ വേറെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് അല്ല ഇവിടെ ഇരിക്കണത് എന്നോട്ട് കൊണ്ടുവരിക. അങ്ങനെ പരിശ്രമിക്കണം, അതാ വേണ്ട. അപ്പോൾ അതിന് കാരണമാകും പേര് വിളിച്ചാൽ. നിന്നോടാണ് ഞാൻ പറയണത് പാർത്ഥ. എന്താ അതാണ്, നോക്കൂ. പാർത്ഥ മാം, എന്നെ, സർവഭൂതാനാം സനാതനം ബീജം വിദ്ധി. വല്ലാത്തൊരു വാക്യമായത്. സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങളുടെയും സനാതനമായ ബീജമാണ് ഞാനെന്ന് എന്നെ മനസ്സിലാക്കൂ. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവിക്കുന്നവ. അപ്പോൾ ഭവിക്കുന്നവയുടെ മുഴുവൻ വിശേഷമാണ് നശിക്കുക എന്നുള്ളത്, ആണല്ലോ. ജനിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് മരിക്കുന്നുള്ളത്. ജനിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പാ. മരിക്കുന്നുള്ളതിലേ ഉറപ്പുള്ളൂ, അതിലുറപ്പുണ്ട്. പക്ഷെ അത് എപ്പോഴാണ് എന്നൊന്നും നമുക്ക് സാധാരണഗതിയിൽ നമുക്കറിയില്ല, ഇല്ലേ? അതെ, ചിലർ കൃത്യം കണക്കൂട്ടി വെച്ച ആൾക്കാരുണ്ടല്ലോ. കൃത്യമായി കണക്കൂട്ടി വെച്ച ആൾക്കാരുണ്ട്. ഒരു മിനിറ്റ് മാറാതെ. കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധനായൊരു ജ്യോതിഷി വിവാഹ ദിവസം പത്നിയുടെ അടുത്ത് 4 കടലാസ് കൊടുത്തിട്ടുണ്ട്. 4 കവറിലാക്കിയിട്ട്, 4 കവറ് ഒട്ടിച്ചിട്ട്. വിവാഹ ദിവസം രാത്രി. നീ 1, 2, 3, 4 എന്നതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇത് കഥയല്ല, ഇത് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായതല്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇപ്പോഴും ജീവനോടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി ഒരു 5-6 കൊല്ലം മുമ്പ്. ഇത് ചെയ്ത ആൾ
നീ ഒന്നാമത്തെ പ്രസവം പ്രസവിക്കുമ്പോൾ ഈ കവർ എടുക്കണം, രണ്ടാമത്തത് അത് എടുക്കണം, മൂന്നാമത്തത് അത് എടുക്കണം, നാലാമത്തത് അത് എടുക്കണം. പിന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ കവർ തുറന്നപ്പോൾ ഇത്ര മണി, ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡിന് ആൺകുട്ടിയെ പ്രസവിക്കും, ആ കുട്ടിക്ക് ഇന്ന പേരിടണം എന്നാണ്. അതിൽ മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് മാറ്റമില്ല. ഇങ്ങനെ 3 ആണും 1 പെണ്ണും. അത്ര ഗണിക്കാമെങ്കിൽ അദ്ദേഹത്തിന് മരണവും ഗണിക്കാലോ. പക്ഷെ ഗണിക്കില്ല, പറഞ്ഞു കൊടുക്കില്ല. ഗണിച്ചാലും പറഞ്ഞു കൊടുക്കില്ല. പറഞ്ഞു കൊടുത്താൽ ജീവിതം അവ്യവസ്ഥയാവും. അതുകൊണ്ട് എത്ര അറിവുള്ള ഒരു വിദ്വാനായ ഗണകനും മരണസമയം നമ്മളോട് പറഞ്ഞു തരില്ല, പറഞ്ഞു തരാൻ പാടില്ല. ഞാൻ ചത്തുപോകുന്നു മാത്രമേ പറയുള്ളൂ, എപ്പോൾ ചാവുമെന്ന് പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് പറയാൻ പാടില്ല. പക്ഷെ ഉറപ്പാണ് അല്ലേ? യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചതാണ്. ഭവിച്ചതിനൊക്കെ നാശമുണ്ട്, മരണമുണ്ട്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നശിക്കുന്ന, ജനിക്കുന്ന സകലത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സകലത്തിൻ്റെയും ആണല്ലോ. അല്ല, എന്താ അഭിപ്രായം? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിൻ്റെ മരണം 1 കൊല്ലം ഇപ്പുറത്തേക്കായിട്ടുണ്ട് എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ? അല്ല, എന്താ? അല്ല, ഉറപ്പല്ലേ? നിൻ്റെ മരണം 1 കൊല്ലം ഇങ്ങോട്ടായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എത്ര വയസ്സ് നമുക്കറിയാം? 100 വയസ്സുണ്ടെങ്കിൽ 99 കൊല്ലം അങ്ങോട്ടായി. അല്ല, 80 വയസ്സാണോ 79 കൊല്ലം അങ്ങോട്ടായി. 30 വയസ്സാണോ 29 കൊല്ലം അങ്ങോട്ടായി. അങ്ങനെയേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ന ദിവസം മരിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. 1 കൊല്ലം അങ്ങോട്ടായി, അതിൽ സംശയമില്ല. അതുകൊണ്ടാണ് സന്തോഷം, ഹാപ്പി. അല്ല, അല്ലാണ്ട് നീ ഈശ്വരനോട് ചേരാൻ പോവാണ്, അതിന് 1 കൊല്ലം അങ്ങോട്ടായി, അടുത്തായി. നീ ഈശ്വരനോട് ചേരണത് 1 കൊല്ലം അങ്ങോട്ടായി എന്നുള്ള സന്തോഷം, ഹാപ്പി ബർത്ത്ഡേ. അല്ല, വേറെ വല്ല അർത്ഥം ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ. അറിയില്ല, ഉണ്ടോ? അപ്പോൾ ജനിച്ചു മരിക്കുന്ന സകലത്തിൻ്റെയും സനാതനമായ ബീജം ഞാനാകുന്നു. ശ്രദ്ധിക്കുക, സനാതനം, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത ഉണ്മ ഞാനാകുന്നു. ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടായി മാറി നശിക്കും. അതിൻ്റെ മുഴുവൻ സത്ത ഒരിക്കലും നശിക്കാത്തതാണ്. ചിന്തിക്കുക. അപ്പം സർവഭൂതാനാം സനാതനം ബീജം മാം വിദ്ധി. ഉണ്ടായി നശിക്കുന്ന സകലത്തിൻ്റെയും ഉണ്ടാവാത്ത, നശിക്കാത്ത ഉണ്മ ഞാനാകുന്നു. ഇങ്ങനെ ഭഗവാനെ മനസ്സിലാക്കുക. ഉണ്ടായി നശിക്കുന്ന എല്ലാത്തിലും പരാപരാ പ്രകൃതികളെ മനസ്സിലാക്കുക. അതിൻ്റെ ബീജം അവയ്ക്ക് ഉപരിയുള്ള ഞാനാണെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഭാരതീയ വീക്ഷണം, വേദാന്തത്തിൻ്റെ സാരം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഇന്ന് ലോകത്തിന് ആവശ്യ വീക്ഷണമാണ്. ഒക്കെ തല്ലി ചാവും. അല്ലെങ്കിൽ 2 മഹായുദ്ധങ്ങളുടെ മധ്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ. ഇനി അത് എങ്ങനെയൊക്കെ പരക്കും, എന്തൊക്കെയാവും, ഒന്നും അറിയില്ല. കാരണം എല്ലാവരും ആയുധ കച്ചവടക്കാരാണ്. നമ്മളും ആയുധ കച്ചവടക്കാർ തന്നെയാണ്. ഭാരതം ഒട്ടും മോശമല്ല. അപ്പോൾ ഭാരതത്തിൻ്റെ ആയുധങ്ങൾക്ക് വേണ്ടി ലോകം വരിവരിയായി കാത്തു നിൽക്കുകയാണ്. ലോകം മുഴുവൻ ആയുധ കച്ചവടമാണ്.
നമ്മുടെ എക്കണോമിയുടെ വലിയൊരു പങ്കാണ് ഇതൊക്കെ കച്ചവടം കൊണ്ടാണ്. എല്ലാവരും ചെയ്യുമ്പോൾ നമുക്ക് ഇതെന്താ, അത് വേറെ വിഷയം. പക്ഷേ ഈ ഒരു വീക്ഷണം, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഭാരതീയ വീക്ഷണം പ്രചരിപ്പിക്കേണ്ടുന്നതിൻ്റെ വല്ലാത്തൊരു, നോക്കൂ, ഇന്നലെ ഉണ്ടായൊരു സംഭവം പറഞ്ഞത്. ഇന്നലെ, മിനിയാന്നല്ല, ഇന്നലെ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒരാശ്രമത്തിൽ പരിപാടി കഴിഞ്ഞ് വരികയാണ്. നമ്മുടെ ശങ്കര സേവാശ്രമം. അവിടെ ക്ലാസ് ഉച്ചവരെ എടുത്തു. വൈകുന്നേരം വരെ വേണ്ടതാണ്, ഉച്ചയ്ക്ക് നിർത്തി. ശരീര സംബന്ധമായ ചില വിഷയങ്ങളുള്ളത് കൊണ്ട് ഫുൾ ടൈം വേണ്ട എന്നുള്ള നിലയ്ക്ക് ഉച്ചയ്ക്ക് നിർത്തി. അത് കഴിഞ്ഞ് ശങ്കരാശ്രമത്തിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കണില്ല, അവിടെ വെറുതെ കയറാം, ഒരു ചായയൊക്കെ കുടിച്ച് പോരാമെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ വരികയാണ്. വരുന്ന സമയത്ത് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ച് കാണും, അത്രയേ ഉള്ളൂ, 2-2.5 കിലോമീറ്റർ. റോഡിൽ സൈഡിൽ ഒരു 10-15 മോട്ടോർ സൈക്കിളുകൾ നിർത്തിയിട്ടുണ്ട്. എന്തോ ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ഉടനെ വണ്ടി നിർത്തി. ഇപ്പോൾ തുരുതുരാ കാറുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആ കാറുകൾ ഓടിക്കുന്നവരൊക്കെ വലത്തോട്ട് നോക്കുന്നുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട്. കാരണം സ്ലോ ആയിട്ടാണ് നീങ്ങണത്. ആർക്കും ഒരു ഭാവഭേദവും ഇല്ല. ഞങ്ങളവിടെ എത്തി നിർത്തിയപ്പോൾ ഒരാൾ കിടക്കുകയാണ്, മോട്ടോർ സൈക്കിളുണ്ട്, വേറെ സ്ഥലത്ത് കിടക്കണു. ഇയാൾ ഇങ്ങനെ കിടക്കുകയാണ്. ഉടനെ ഞങ്ങൾ വണ്ടി നിർത്തി. അപ്പോൾ അവർ പറഞ്ഞു, സ്വാമി വണ്ടിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോട്ടെ. പിന്നെന്താ, അതിനല്ലേ നമ്മൾ നിർത്തിയത്. 10-20 വണ്ടി പോയി, ഒറ്റയൊന്നും നിർത്തണില്ല. എന്ത് ചെയ്യും, അത് നമ്മൾ നോക്കണ്ട, നമ്മൾ സമയം ചിലവാക്കണ്ട. അപ്പോൾ ആൾക്കാർ പൊന്തിച്ചെടുക്കണ്ട, ദയവീത് അങ്ങനെ എടുക്കല്ലോ, ഇയാൾക്ക് ചെറിയ പരിക്കേ ഉള്ളൂ വെച്ചാൽ ചിലപ്പോൾ ആകെ പ്രശ്നമാവും. റോഡിൽ അപകടം പറ്റിയ ആളെ എടുക്കാൻ ആദ്യം നമുക്ക് അറിയണം. നിശ്ചയമായും കയ്യോ കാലോ പിടിച്ച് പൊന്തിക്കരുത്. അരയ്ക്കും നട്ടലിൻ്റെ അടിഭാഗത്തും സപ്പോർട്ട് കൊടുത്തിട്ടേ പിടിക്കാൻ പാടുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാതെ ഒരിക്കലും വാഹനാപകടം പറ്റിയ ആളെ എടുക്കരുത്. ഒരു കാരണവശാലും നമ്മുടെ കയ്യിൻ്റെ ബലം കൊണ്ട് അയാളുടെ നട്ടൽ പൊട്ടിയത് വേർപെടാൻ ഇടയാവരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ആശുപത്രി കൊണ്ടുപോകാനുള്ള തിരക്കിൽ അങ്ങോട്ട് പൊടിച്ച് പൊന്തിക്കാൻ പാടില്ല. ഏതായാലും ആ രീതിയിലൊക്കെ കാണിച്ച് ഞങ്ങൾ ഇദ്ദേഹത്തെ എടുത്ത് കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് വലിയ തടിയുള്ള മനുഷ്യനാണ്, വലിയ മനുഷ്യനാണ്, അത്ര എളുപ്പമല്ല എടുക്കൽ. 3-4 പേര് കൂടിയിട്ട് ഇയാളുടെ കാലും ഇയാളുടെ മധ്യഭാഗമൊക്കെ പൊന്തിക്കണോ. അപ്പോൾ ഡോറ് തുറന്ന് വെച്ചിട്ട് ഇപ്പുറത്തുനിന്ന് ഞങ്ങൾ 2 പേര് ഇയാളെ ഇങ്ങോട്ട് വലിക്കണം. നല്ല കാറിൽ കയറ്റാൻ പറ്റുമോ, ആംബുലൻസ് ഒന്നും അല്ലല്ലോ. അപ്പം ഞങ്ങളുടെ വലതുഭാഗത്തെ ഡോറ് തുറന്ന് വെച്ചിരിക്കുക. അപ്പോൾ അത് ഹോണടിച്ചിട്ട് വരികയാണ് ഓരോ വാഹനങ്ങൾ. കൈകൊണ്ട് കാണിച്ചു, ആര് കൈകൊണ്ട് കാണിച്ചു, ഒരു 2-3 കാറ് നിർത്തി. അപ്പോൾ ഒരു ബസ് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് ബസ്സുകാരൻ നല്ല തെറിവാക്ക് വിളിച്ചിട്ട് ഞങ്ങളോട് പറയുകയാണ്, നിൻ്റെ ഡോറ് പോകണ്ടെങ്കിൽ അടയ്ക്കടാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിൻ്റെ ഡോറ് പോകണ്ടെങ്കിൽ അടയ്ക്കടാന്ന്. പിന്നെ ബാക്കിയുള്ള വാക്ക് നമുക്കിവിടെ പറയണ്ട, സെൻസർ ബോർഡ് കട്ട് ചെയ്യുന്ന വാക്കുകളാണ്. ഒരു മനുഷ്യനാണ് പടഞ്ഞിട്ട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വഴി പോകുന്ന ഞങ്ങൾ ഇയാളെ വണ്ടി കയറ്റുകയാണ്. 1 മിനിറ്റ് അയാൾക്ക് നിർത്തിയാൽ എന്താ പറ്റാൻ പോണത്? എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു പോയി. എന്നിട്ട് ഇയാളെ വണ്ടി കയറ്റുന്ന ആൾക്കാർ കയറ്റിനെ നിർത്തിയിട്ട് ആ ഡ്രൈവർ തെറി പറയാൻ തുടങ്ങി. അയാൾ പറഞ്ഞതിൻ്റെ 100 ഗുണം കൂടുതലാക്കി. എന്ത് കാര്യം? ശാന്തമായി കൈകാര്യം ചെയ്യണ്ടേ മനുഷ്യന്മാർ? ഇത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായതാണ്. ഞങ്ങളയാളെ പാവം, അയാളുടെ വേദന എന്താണെന്ന് അറിയില്ല. എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട്, നട്ടലിന് തലയ്ക്കും എന്തോ പറ്റിയിട്ടുണ്ട്. ബോധമൊന്നും ശരിയല്ല. എന്തായാലും വേഗം കഴിയുന്ന വേഗത്തിൽ 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചു. അതിലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? വേറെ എന്താ ചെയ്യാൻ പറ്റുക? പക്ഷെ മനുഷ്യൻ്റെ സ്ഥിതിയാണ് നോക്കുന്നത്. ഞാൻ ഇതേപോലെ വീഴാം, ഇതേ വേദന എനിക്ക് വരാം. അപ്പോൾ എന്നോട് ഇങ്ങനെയാണ് മറ്റൊരു ബസ്സുകാരൻ പെരുമാറുന്നത് വെച്ചാലോ? ഇത് ചിന്തിക്കാനുള്ള കഴിവ് അവന് വേണ്ടേ? അപ്പോൾ എവിടെയാണ് യുദ്ധം നടക്കുന്നത്? ഇസ്രായേലും ഹമാസിൻ്റെയും ഇറാൻ്റെ ഇടയ്ക്കല്ല, റഷ്യയുടെ ഉക്രൈൻ്റെ ഇടയ്ക്കല്ല. ഓരോ മനുഷ്യ മനസ്സിലും ഇന്ന് യുദ്ധമാണ്.
ഓരോ മനുഷ്യ മനസ്സിലും, ഓരോ ഗൃഹത്തിലും യുദ്ധമാണ്. ചിന്തിക്കുക. അവൻ സമർത്ഥനം എടുത്ത് കൊണ്ടുപോയിട്ടോ, ബസ് ഡോറ് തൊടാതെ ബസ് കൊണ്ടുപോയി. ആൾക്ക് നല്ല ഡ്രൈവർക്കുള്ള സമ്മാനം കൊടുക്കണം. അതുകൊണ്ട് സർവഭൂതങ്ങളുടെയും സനാതനമായ ബീജം ഞാനാകുന്നു. സകല ചരാചരങ്ങളുടെയും ആത്യന്തികമായ ഉണ്മ ഞാൻ ഏകനാകുന്നു. ഈ വീക്ഷണമാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ പ്രസരിപ്പിക്കേണ്ടത്. അവിടെയാണ് ഭാരതത്തിൻ്റെ ദൗത്യം കിടക്കുന്നത്. ഒരു സംശയമില്ലാതെ പറയാം. നോക്കൂ, ബുദ്ധി ബുദ്ധിമതാമസ്മി. ബുദ്ധിയുള്ളവരുടെ ബുദ്ധി ഞാനാണ്, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാനാണ്. ഒരാൾ ബുദ്ധിമാനാവുന്നത് എങ്ങനെയാണ്? ബുദ്ധി കൊണ്ടാണ്. ബുദ്ധിയില്ലാത്ത ആരും ഇക്കൂട്ടത്തിലില്ല, ഒക്കെ ബുദ്ധിമാന്മാരാ, അല്ലേ? ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ബുദ്ധി ഇല്ലാത്തവരുണ്ടോ? ഉണ്ടോ? ആരാണ്? അതെങ്ങനെയാണ് ബുദ്ധിയില്ലാത്ത ആൾക്ക് ബുദ്ധിയില്ല എന്ന് മനസ്സിലാവുക? ബുദ്ധി ഇല്ല എന്ന് പറയണമെങ്കിൽ ബുദ്ധി വേണ്ടേ? എന്നെ സ്വാമിജി വിളിക്കുകയായിരുന്നു ബുദ്ധിയില്ലാത്ത കഴുതാന്ന്. അക്കൽ വികർണോ ഗദ്ദ, അക്കൽ വികർണോ ഗദ്ദ എന്നാണ് വിളിക്കുക. അക്കൽ വികർണോ ഗദ്ദ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത കഴുതാന്നർത്ഥം മലയാളത്തിൽ. ഗുജറാത്തിയാണ്. എനിക്ക് ചിരിയാവൂല. കാരണം എന്താ? ബുദ്ധിയില്ലാത്ത ആൾക്ക് ബുദ്ധിയില്ല എന്ന് മനസ്സിലാവുമോ? എനിക്ക് ബുദ്ധിയില്ല എന്ന് മനസ്സിലാവണമെങ്കിൽ ബുദ്ധി വേണ്ടേ? വേണ്ട? ആ, എനിക്ക് ചിരിക്കുമ്പോൾ സ്വാമിജിക്ക് അധികം ദേഷ്യം പിടിക്കും. ഇവന് തെറി പറഞ്ഞാലും ഇവന് യാതൊരു കൂസലും ഇല്ല എന്നുള്ളതാണ്. എന്ത് ചെയ്യാനാണ്? അപ്പം ബുദ്ധിയാണ് ബുദ്ധിയുള്ളവനാക്കുന്നത്. ബുദ്ധിയുള്ളവനാക്കുന്നത് ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധിമാൻ്റെ ബുദ്ധി ഞാനാണ്. അതാണ് പറയുന്നത്, ഒന്നിൻ്റെ അതെന്തോ അത് ഞാനാണ്. ഇത് പിടികിട്ടിയാൽ മതി. ഇത് പിടികിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ ഈശ്വരനെ തേടി വേറെ എവിടെയും പോവില്ല. ഒരു ഹിമാലയത്തിലും പോകണ്ട, ഒരാശ്രമത്തിലും പോകണ്ട, ഒരമ്പലത്തിലും പോകണ്ട. ഈ കാണാകുന്ന സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായി നിലകൊള്ളുന്നത് ആ സത്യമാണ്. അത് പ്രേമം, ഭക്തി, അത് സ്വാഭാവികമായിട്ട് വന്നു. ചിന്തിക്കുക. തേജസ്വിനാമഹം. തേജസ്വികളുടെ തേജസ്വി ഞാനാകുന്നു. ഒരാൾ തേജസ്വി ആകുന്നത് തേജസ് കൊണ്ടാണല്ലോ. ആ തേജസ് ഞാനാകുന്നു. നോക്കൂ, ബീജം പ്രരോഹകാരണം മാം വിദ്ധി സർവഭൂതാനാം ഹേ പാർത്ഥ സനാതനം ചിരന്തനം. കിഞ്ച ബുദ്ധി വിവേകശക്തി അന്തഃകരണസ്യ ബുദ്ധിമതാം വിവേകശക്തിമതാം അസ്മി. തേജ പ്രാഗൽഭ്യം തദ്വതാം തേജസ്വിനാം അഹം. ബീജം പ്രരോഹകാരണം മാം വിദ്ധി സർവഭൂതാനാം ഹേ പാർത്ഥ സനാതനം ചിരന്തനം. കിഞ്ച ബുദ്ധി വിവേകശക്തി അന്തഃകരണസ്യ ബുദ്ധിമതാം വിവേകശക്തിമതാം അസ്മി. തേജഃ പ്രാഗൽഭ്യം തദ്വതാം തേജസ്വിനാം അഹം. ബീജം പ്രരോഹകാരണം. ബീജം എന്ന് പറഞ്ഞാൽ പ്രരോഹകാരണമാണ്. പ്രരോഹകാരണം, മുളയ്ക്കാനുള്ള കാരണം. ഒരു വിത്തിൻ്റെ പ്രരോഹശക്തിയാണ് വിത്തിനെ വിത്താക്കുന്നത്. വിത്തിന് പ്രരോഹശക്തി ഇല്ലാച്ചാൽ നമ്മളതിനെ വിത്തെന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. ഉണ്ടോ? ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വിത്ത് ഇപ്പോൾ ഗോ എന്ന് പറഞ്ഞു. ഗോ എന്ന് പറഞ്ഞാൽ
ഗോവ് പശു ആവാം, കാളയാവാം. പശുവിൽ തന്നെ ഏത് പശുവിനും ഗോവെന്ന് വിളിക്കാം. എന്നാൽ പാല് ഉള്ളതോ അഥവാ പ്രസവിക്കാൻ കഴിവുള്ളതോ ആയ ഗോ മാത്രമാണ് ധേനു, അല്ലാതെ ധേനു അല്ല. വാക്കുകളുടെ പ്രയോഗം ശ്രദ്ധിക്കുക. അപ്പം ബീജം എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ വറുത്തൊരു പയർവിത്തിനെ ബീജം എന്നാരും പറയാറില്ല. പയർവിത്ത് ബീജമാണ്, പക്ഷേ വറുത്ത് കഴിഞ്ഞാൽ ബീജമല്ല. അപ്പം പ്രരോഹശക്തിയാണ്. ആ പ്രരോഹ കാരണമായിരിക്കുന്നത് എന്നെ നീ മനസ്സിലാക്കൂ. എന്തിൻ്റെ? സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങളുടെയും, ബ്രഹ്മാവ് മുതൽക്ക് പുൽക്കൊടി വരെ ഏത് ഭൂതമുണ്ടോ എല്ലാത്തിൻ്റെയും പ്രരോഹ കാരണം ഞാനാണ്. ഹേ പാർത്ഥ, സനാതനം ചിരന്തനം നാശരഹിതമായ. കിഞ്ച ബുദ്ധി വിവേകശക്തി അന്ധകരണസ്യ, അന്ധകരണത്തിൻ്റെ വിവേകശക്തി അതാണ് ബുദ്ധി. ആ ബുദ്ധിയുള്ളവരുടെ ബുദ്ധി ഞാനാകുന്നു. വിവേകശക്തിമതാം, വിവേകശക്തിയുള്ളവരുടെ വിവേകശക്തി ഞാനാകുന്നു. തേജഃ പ്രാഗൽഭ്യം തദ്വതാം തേജസ്വിനാമഹം, തേജസ്വികളുടെ തേജസ് ഞാനാകുന്നു. തേജസ് എന്നുള്ളതിന് ഭാഷ്യകാരൻ കൊടുക്കുന്ന അർത്ഥം പ്രാഗൽഭ്യം എന്നാണ്. പ്രഗത്ഭത, പ്രാഗൽഭ്യം നമുക്കറിയുന്ന സാധാരണ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. പ്രാഗൽഭ്യം, പ്രഗത്ഭന്മാരുടെ പ്രാഗൽഭ്യം ഞാനാണ്. വിദ്വാൻമാരുടെ വിദ്വത്ത ഞാനാണ്. ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാനാണ്. ഇങ്ങനെ ഒന്നിൻ്റെ അത് എന്തോ അത് ഭഗവാൻ, ഈ അർത്ഥത്തിൽ വിചാരിക്കുക. ഇനി ഒരു ശ്ലോകം കൂടി അതേപോലെ ഉണ്ട്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. കഴിയുന്ന വേഗത്തിൽ വല്ല വെള്ളവും കുടിച്ച് ഒത്തുകൂടുക. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറയാനുമുണ്ട്. അടുത്ത സെഷൻ കുറച്ച് നേരം എടുക്കുകയും ചെയ്യാം.